നീ നേരിയാവില്ല എന്ന് വല്ല ദൈവത്തിന് മുമ്പിലും സത്യം ചെയ്തിട്ടുണ്ട് രഘു. ഇവിടെ വല്ല മരം ചേരണ്ടല്ല കൗശലൊക്കെ ആയിട്ട് കഴിയാണ്ട് നീ നാട്ടിൽ പോകാൻ പരിപാടിയിരിക്കെ. നരിമടലിക്കാണ്ടാ മോനെ നീ പോണത്. പോരാത്തിന് നിന്റെ അന്തം വീട്ടിലേക്ക് കുടി ഭേഷാവും. മതിയുടെ പണ്ടാറടങ്ങാൻ. നാട്ടിൽ നിന്ന് കണിക്കൊന്ന പോലൊരു പെണ്ണിനെയും കട്ടുകൊണ്ട് വന്ന് ഈ നാട്ടിൽ താൻ കുളം കലക്കല്ലായിരുന്നു 5-6 കൊല്ലം തല്ലും കുടിയൊക്കെ ആയിട്ട്. പൊന്നു പോലത്തെ 2 കുട്ടിയോള്. ഇനി അവറ്റകളെ കെട്ടിപ്പറക്കി നാട്ടിൽ കൊണ്ടുപോവാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. അങ്ങനെ ഒളിവ് ജീവിതം ഇന്ന് അവസാനിക്കുക. പിന്നെ പഴയതാണെങ്കിലും കേറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയിട്ടാ ഞാൻ എന്റെ പെണ്ണിനെയും കുട്ടികളെയും കൊണ്ടുപോകണത്. മനസ്സിലായോ സ്വന്തം ചാക്കുണ്ണിയെ? തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇന്ന സാധനങ്ങൾ നാട്ടിലെത്തിച്ച ഇനി അല്ലല്ലാണ്ട് സ്വന്തം മണ്ണിൽ അങ്ങനെ ജീവിക്കാൻ പോവാ. ഇപ്പോഴും നിനക്ക് ഈ ചാക്കുണ്ണി തന്നെ വേണ്ടി വന്നു. 6 കൊല്ലം മുമ്പ് തൃത്തല്ലൂര് കരുവാന്റെ അടോളിന്ന് രണ്ടിനെയും രാഖി രാമായണം കടത്തിക്കൊണ്ട് പോകുന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. പിറ്റേന്ന് പോലീസുകാരൻ രാഘവന്തായൊരു കല്യാണം കെട്ടാൻ ഒരുങ്ങി പിടിച്ചേ ഗുരുവായൂർ നടക്കി നിൽക്കണ നിൽപ്പ് ആലോചിക്കാൻ വയ്യ. അന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ കാണായിരുന്നു രണ്ടിന്റെയും കോലം. മരിച്ചാലും പൊറുക്കാത്ത മഹാദുഷ്ടനായാള്. സ്വസ്ഥമായിട്ട് ചെന്ന് താമസിക്കാൻ പോണ സ്ഥലം കൊള്ളാം. ചെല്ലേ ചെല്ലേ. പിന്നെ എന്നെ ആണെങ്കിൽ മൂക്കി വലിക്കും ഒരു പോലീസുകാരൻ്റെ ആകുന്നായിട്ട്. അയാള് ഭൂമി കുലുക്കം കൊടുക്കാറ്റോന്നല്ലോ പുല്ല്. പറഞ്ഞു പേടിപ്പിക്കല്ലേ. ഇങ്ങക്ക് വരാൻ പറ്റുമോ? ആരപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞേ? നീ ഇവിടെ വിധം നന്നായിട്ട് കഴിയായിരുന്നില്ലേ? ഒരുപാട് പിടിക്കണോന്ന് ചോദിച്ചു എന്ന് മാത്രമല്ല എന്റെ ചങ്ങായിയെ. ഞാൻ വരണ്ട്. രാവിലെ എത്തണം. ഞാൻ പോണു. തള്ളണോ വേഗം. ഒന്ന് പതുക്കെ പോടാ. എന്നാൽ അവനൊരു കഷ്ണം ഭൂമിയും വീടും വാങ്ങി. ആള് കൊള്ളാട്ടോ. അമ്മ നോണ പറയാ. അവിടെ ഓടി കളിക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ സ്ഥലം ഉണ്ടാവില്ല അമ്മേ. സ്ഥലം ഉണ്ടാവില്ല അത്രേ. ദേ നോക്കി, നിങ്ങൾക്കൊരു ഭൂമി മുഴുവനും കിട്ടിയ പോലെ ഉണ്ടാവും. സത്യം? അമ്മേ അച്ഛൻ വന്നോട്ടോ. കുഞ്ഞാ മോളെ. നല്ല മണുണ്ട്. നോക്കട്ടെ നോക്കട്ടെ. ഉണ്ടാ? ഏയ് ഞാൻ വാക്ക് പറഞ്ഞാൽ പാലിച്ചിരിക്കും. ഇത് പ്രവാസ ദിനങ്ങളുടെ കുട്ടിക്കലാശം കഴിഞ്ഞ് കരിന്തിരി കിടന്ന രാത്രി. ഒളിവ് ജീവിതം കഴിഞ്ഞ് നാളത്തെ സൂര്യൻ ഉദിക്കുന്നത് എനിക്കും നിനക്കും പിന്നെ ഈ ഇത്തിരി കോതയ്ക്കും കുഞ്ഞൻ തമ്പുരാനും വേണ്ടിയാ. അല്ലേടാ മരങ്ങോടാ? ചാക്കുണ്ണിയേട്ടന്റെ ലോറി നാളെ റെഡി. പിന്നെ ഈ ആശാരിച്ച കെട്ടിലമ്മ ഇനി അല്ലലില്ലാണ്ട് അങ്ങോട്ട് കഴിയാൻ പോവല്ലേ, അതും സ്വന്തം മണ്ണില്. ഇനിയല്ലേ നമ്മൾ ജീവിക്കാൻ പോണത്. ഇരിക്കേ. അച്ഛാ അതെ, ഈ കുഞ്ഞൻ പറയാണേ അവിടെയും ഒരു രസം ഉണ്ടാവില്ലാന്ന്. അങ്ങനെ പറഞ്ഞ? അല്ല അല്ല, അതൊക്കെ ഇങ്ങനെയാ പറഞ്ഞേ. ഏയ് അച്ഛനും അമ്മയും അങ്ങോട്ട് തിരിച്ചു പോവാൻ കാത്തിരിക്കല്ലേ. എന്ത് രസാന്നറിയാം അവിടെ. ഷറപറ പെയ്യുന്ന മഴയും തവളക്കച്ചേരിയും, വൃശ്ചികത്തില് കാറ്റൂതുമ്പോ കൊഴിയണ കണ്ണിമാങ്ങ, വിഷുവേലയ്ക്ക് പറച്ചണ്ട കൊട്ടി വരുന്ന കാളി, പിന്നെ ഓണം. അത്തത്തിന് പൂവിളിയും ലഹളയും കൂട്ടി കുട്ടികൾ പൂ പറിക്കാൻ പോവും. പിന്നെ 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 ഹായ്.
പുതിയ ജീവിതം തുടങ്ങണേ. നന്നായി വരട്ടെ എന്ന് വിചാരിച്ച് വലത് കാല് വെച്ച് കയറിക്കോളൂ. ഒരു വീടിന്റെ ഐശ്വര്യം വീട്ടമ്മയാ. മറുത്തൊന്നും പറയണ്ട. ശോഭ തന്നെ ആദ്യം വലതുകാലം വെച്ച് കയറുക. ഭൂമിദോഷ വലഞ്ഞാറ് സ്വാമി നിന്റെ ചോരയാല് ഭൂമി തന്റെ ശാപഭൂമി ഒഴിച്ചോ പുത്ര പുത്ര ആൻ്റപ്പാ മംഗളം നല്ല നല്ല വടിയായിട്ട് ഞാൻ അങ്ങോട്ട് വരണോ? എണീറ്റ് വാട പോത്തെ. അവന്റെ ഒരു ഉറക്കം. അയ്യോ, ഈശോ, വാവെടുത്ത കണ്ണിന്റെ എന്ത് എങ്ങട്ടാ വാലും കുത്തി ഓടണേ? പാല് പാല്. അതിന് നീ എന്താ പെറ്റേ? ഇയാളെപ്പരെന്താ പശുമ്പാലിന്റെ കാര്യ പറഞ്ഞേ? അവിടെ ആരുമില്ലല്ലോ. ഇവിടെ ഇല്ല. ഈ ചെക്കൻ ഏത് പാലിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞേ? വേണ്ട കേട്ടോ, വെറുതെ വഴക്ക് കേൾക്കാൻ നിൽക്കണ്ട. എന്നാ പുകലെ മുറുക്കാൻ എന്താ? നേരം വെളുത്തില്ല, അപ്പോഴേക്കും പുകല. അങ്ങോട്ട് പൊക്കോ, അല്ല ഇപ്പൊ ഞാൻ അമ്മയെ വിളിക്കും. പെണ്ണെ, നെയ്യ പാല് വേഗം തന്നെ. ഇന്നലെ ബുക്ക് ചെയ്തതേ. ബുക്ക് ചെയ്ത പാലോ? അങ്ങനൊരു പാല് ഇവിടെ ഇല്ല. ഇല്ലല്ലേ? ശരി ഇട്ടാ. ദേവകിയമ്മേ, ഈ ജീജ കയ്യിലെ പാല് തന്നെ. ഒരു പാത്രം കൊണ്ടുവന്നോളൂ. കൊപ്ര പിണ്ണാക്ക്. അത് നിന്റെ നായര്. അവരെത്തിയോ ആന്റപ്പാ? രാവിലെ എത്തുന്ന പറഞ്ഞേ. ഗുരുവായൂർ ചെന്ന് കുളിച്ച് തൊടുത്തിട്ട് അങ്ങോട്ട് എത്തുക. തട്ടിക്കോ, ആരോഗ്യം ഇങ്ങോട്ട് പോരട്ടെ. ഈശോ, പാല്. ഇത് കണ്ടോ, പാലൊക്കെ കുടിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിന്നെ ഞാനിന്ന് കൊല്ലും. ശ്രീകരം, ഈ വീട്ടിൽ കാല് കുത്തിപ്പോ തുടങ്ങിയതാ അതോഗതി. പുതിയ താമസക്കാർക്ക് പാല് കാച്ചാൻ ഈ ആന്റപ്പൻ ഇന്നലെ പറഞ്ഞേൽപ്പിച്ചതാ 2 നാഴി പാല്. ഇനി എവിടെ എടുത്താ കൊടുക്ക? അച്ഛന് ഞാൻ ചെയ്യണേ ഉള്ളൂ ആ സ്വത്ത്. കഷ്ടായി. അവരെന്താ വിചാരിക്ക? അല്ലപ്പാ, നീ ആ കുറുപ്പിന്റെ വീട്ടിൽ പോയി ചോദിച്ചോളൂ, അവര് തരും. പോത്തെ പോ, നടക്കാം. ബുക്ക് ചെയ്ത പാലില്ലാത്രേ. കാര്യം നോക്ക്. എന്താ എന്താ ഇത്? ഒരു നല്ല ദിവസമായിട്ട് എന്താ ഈ ഉണ്ടായേ? ചില്ല പൊട്ടിയത്, അവലക്ഷണം. എനിക്ക് പേടിയാവണു. എന്തുട്ട് ലക്ഷണപ്പത്? ഈ ചില്ല അങ്ങോട്ട് വന്ന് കുത്തൊന്നുമില്ല. ഇതിന് ലക്ഷണം കാണിക്കാനുള്ള ബുദ്ധിയില്ല. എന്തിനാ ഇങ്ങനെ അപ്സെറ്റ് ആവണേ? ഇതൊക്കെ പഴഞ്ചൻ വിശ്വാസങ്ങളല്ലേ. ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം. എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയേക്കണേ. എന്റെ വീട്ടിൽ വെറുതെ എന്തിനാടാ എല്ല് വെള്ളാക്കണേ? എന്റെ സമ്മതം ഇല്ലാതെ വീട്ടിൽ കയറി പറക്കാൻ നീ വളർന്നിട്ടില്ലടാ മോനെ. ഇത് കണ്ട, പട്ടാളത്തിൽ പോയി തോക്ക് പിടിച്ച കയ്യത്. ഇതിന്റെ ചൂട് അറിയണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോടാ ശവിയെ. താനാരാ? ഞാനാരാന്ന്? തൃത്തല്ലൂര് അപ്പാസരിയുടെ മോൻ രഘുവല്ലടാ നീയെ.
ആ പോലീസുകാരൻ രാഘവൻ നായരുടെ പെണ്ണിനെ അടിച്ചോണ്ട് പോയാൻ എനിക്ക് ആളെ തെറ്റിയിട്ടൊന്നുമില്ല കേട്ടാ. അവന് എന്നെ മനസ്സിലായില്ല അത്ര. എടാ പിള്ളേ, നീയും പണിക്കരും കൂടി ഒത്തു കളിച്ച് എന്നെ തോപ്പിക്കാനൊന്നും നോക്കണ്ടട്ടാ. ആ അങ്ങനെ ഒരു വരുത്തനും ഇവിടെ വിലസാൻ ഞാൻ സമ്മതിക്കില്ല. പട്ടാളം പറയേ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഈ വീടും പറമ്പും വിറ്റ് ആ പന്ന പണിക്കർ എന്റെ കണ്ണും പെട്ടെന്ന് ഒളിച്ചോടി പോയത് നിന്റെ ഒരാളുടെ ബലത്തിലാണെന്ന് എനിക്കറിയാടാ. നിങ്ങൾ പറഞ്ഞൊന്നും എനിക്കറിയില്ല, അറിയാൻ വേണ്ട. ഇത് എന്റെ പേരിൽ ഞാൻ രൊക്കം പണം കൊടുത്ത് റേഷൻ നടത്തിയ ഭൂമിയാണ്. തനിക്ക് വല്ലതും പറയേണ്ടത് പണിക്കോട് പറയാ. ഇറങ്ങി പോണോ. എനിക്കറിയോ അതിനൊക്കെ കായ് തരാനുള്ളത് ഈ വീടും പറമ്പും വെച്ച പണിക്കരല്ലേടോ. പിന്നെ അവിടെ പോയി ചോദിക്കടോ. നീ സമാധാനായിട്ട് ഇവിടെ കഴിയാന്ന് വിചാരിക്കണ്ട. എന്നെ നിനക്ക് അറിയില്ല. ഞാൻ ഇടഞ്ഞാലൊന്നുമില്ല, കാട്ടുകളെയും എനിക്ക് പാട്ടാളെ പറയുന്നോട് കളിച്ചവരാരും കളിയാൻ പഠിപ്പിക്കും. ദ്രോഹിച്ചോരാ നീ നോക്കിക്കോ. എന്റെ നീ അറിഞ്ഞിട്ടില്ല. എന്തുട്ടിനെ പേടിക്കണേ? പട്ടിയോളം ഓടിച്ചിട്ട് കപ്പിയാരും മണി അടിക്കാണ്ടിരിക്കുമെന്ന്. ഈ മുറ്റത്തെ ഒരു പട്ടി ഓലിടണ്ട. വേണ്ടാന്നേ, ആരപ്പ് വേണമെന്ന് പറഞ്ഞേ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയേ. വെറുതെ പേടിക്കുക, ഒരാവശ്യമില്ലാണ്ട്. മനസ്സിലായി. എന്റെ നല്ല കാലത്ത് ഞാൻ തൃത്തല്ലൂരൊക്കെ വരാറുണ്ട്. തറവാടിന്റെ പേര് കേട്ടപ്പോ കുട്ടിയുടെ അച്ഛന്റെ രൂപം അങ്ങനെ നിഴല് പോലെ മനസ്സിൽ തെളിഞ്ഞു വരണുണ്ട്. രാവുണ്ണി എന്നല്ലേ പേര്? അതെ, ആ, എല്ലാരും നേരത്തെ പോയി. ഓർമ്മ വെച്ചേ പിന്നെ ചേട്ടനും ചേട്ടത്തിയമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ, ഉപ്പോളമൊക്കെ ഉപ്പിലിട്ടത്. ഏതായാലും ഈ ചില്ലാനങ്ങളെ നല്ലോണം തൊഴിച്ചോളൂ. കുസൃതി തീരെ ഇല്ലാന്ന് കണ്ടാൽ അറിയാം. കുട്ടികളെടുത്താ നിന്റെ കളി. ആ തേങ്ങ തിരിച്ചു കൊടുക്ക. എന്നാ പോകലതാ. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. പൊക്കോളൂ. അവന് നല്ല സുഖമില്ല. നല്ല വികൃതി കുട്ടികളാ കുഞ്ഞനും കിങ്ങനെ. എന്നാലും വീട് വിട്ട് കീഴ്ജാതിക്കാരൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയോളാ ആ കുട്ടികളുടെ തള്ള. ഉണ്ണേട്ടൻ അമ്പലത്തിൽ പോയതാ? ഇല്ല, ഞാന് വേഷം വാങ്ങിക്കാൻ പോയ. ഞാൻ രാവിലെ ഇറങ്ങിയതാ. അപ്പൊ അന്വേഷിച്ചായിരുന്നോ? ഇല്ല, ഇന്ന് ഞാൻ കണ്ടില്ലല്ലോ. ദേ ചോറ് വിളമ്പി കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുന്നുണ്ടാവും. ചെല്ല്, ഇന്ന് കിട്ടും കാരോടി കൊണ്ട് ഒരു പൂശ്. കൊപ്ര പിണ്ണാക്ക്. കൊപ്ര പിണ്ണാക്ക് ആരാ? ആരാ? വേഗം പറ. എന്റെ നായര് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. രഘുവേട്ട, സമയം എത്രയെന്നറിയോ? ഊണും കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇരിപ്പിരുന്ന വയറ്റിൽ നീര് വീഴില്ലേ? ഇനി നാളെ ഒതുക്കാന്നേ. ഇനി ഇതൊരു വീടാക്കി എടുക്കണമെങ്കിൽ എന്തൊക്കെ വാങ്ങിക്കൂട്ടണം? TV, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഫോണ്. എന്തിനാ കുറയ്ക്കണേ? AC, കാറ് പറഞ്ഞോ. രഘുവേട്ടൻ എപ്പോഴും തമാശ. ഇതുവരെ നമുക്ക് ഒരു കടവും ഇല്ലല്ലോ. അങ്ങനെ കടം കൊണ്ടിട്ടൊന്നും വേണ്ട, ആയത്തിൽ മതി. എന്താ ഒന്നും പറയാത്തെ? ഓടി തിമിർത്ത് തളർന്ന് വേഗം ഉറങ്ങി. ഇവരുടെ സന്തോഷം തന്നെ മതി മനസ്സ് നിറയാൻ. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞൊന്നും ഇല്ലേലും ഒരു വിഷമവും ഇല്ല. പിന്നെ രഘുവേട്ടന്റെ മാറ്റം. നമ്മൾ എപ്പോഴാ ജീവിക്കാൻ തുടങ്ങിയത്? അന്ന് കല്യാണത്തലേന്ന് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇരുട്ടത്ത് തപ്പി തടഞ്ഞു വീണ് ഓടി ഓടി കരച്ച് നമ്മൾ എപ്പോഴാ ഒരു താവളത്തിലെത്തി? ഇനി സ്വസ്ഥായിട്ട് ഒരു 100 കൊല്ലം ഇങ്ങനെ കഴിയണം. രഘുവേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ആലോചിക്കായിരുന്നു, പണവും പ്രതാപമുള്ള വലിയൊരു വീട്ടിൽ നിന്ന് ഒരു ആശാരിച്ചക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന പൊട്ടി പെണ്ണിനെ കുറിച്ച്. എന്നെങ്കിലും ഖേദം തോന്നിയിട്ടുണ്ടോ നിനക്ക്? ഇതെന്തൊരു ചോദ്യ രഘുവേട്ടാ. ഞാൻ എന്തെങ്കിലും അങ്ങനെ? ഏയ് ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ അതുകൊണ്ടാ എനിക്ക് വിഷമം. ആ,
നമുക്കൊരു ദിവസം രണ്ടുപേരുടെ വീട്ടിൽ പോണം. നാട്ടിൽ വന്ന് താമസമാക്കിയത് അവരറിയട്ടെ. വേണ്ട, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. എന്നെ എടുത്തു വളർത്തിയ വല്യമ്മ മരിച്ചിട്ട് പോലും ഒന്നും അറിയിക്കാത്തതാ ഏട്ടനും ആ ഭദ്രകാളി. ഏയ്, എന്താ ഇത്? രഘുവേട്ടന്റെ വീട്ടിലേക്ക് വേണേ വരാം. അതും ഇഷ്ടമുണ്ടായിട്ടല്ല. എന്നാ എങ്ങോട്ടും പോണ്ട. എല്ലാം ഒന്നുകൂടി കാണാനുള്ള മോഹം കൊണ്ട് പറഞ്ഞതാ. എന്നാലും വേണ്ട, എങ്ങോട്ടും പോണ്ട. രഘുവേട്ടാ, ഉം, രഘുവേട്ടാ, ഉം. നമ്മുടെ വീടിന് പുറത്ത് ആരും ഉണ്ട്. നിനക്ക് തോന്നിയതാവും. അല്ല, ഞാൻ ശബ്ദം കേട്ടുന്നേ. എവിടെ? ഏയ്, ഒന്നുമില്ല. ചിലപ്പോ ആ ഭ്രാന്തനായിരിക്കും, അല്ലെങ്കിൽ നായ്ക്കള്. രണ്ടായാലും ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. ആ, കിടക്ക്.